സർക്കാരിനെ പ്രതിരോധത്തിലാക്കി ഇടത് തൊഴിലാളി സംഘടനകൾ നടത്തിയ പണിമുടക്ക് ഭാഗികം. വിവിധ ജില്ലകളിലായി ജോയിന്റ് കൗൺസിൽ നടത്തിയ സമരത്തിൽ ഒരു വിഭാഗം ജീവനക്കാർ വിട്ടുനിന്നു. കൂടാതെ സർക്കാർ ജീവനക്കാരുടെ സമരത്തിൽ പരസ്യകലഹം നടത്തി ഇടതു സംഘടനകൾ. പത്തനംതിട്ടയിൽ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും ഇന്ന് ജോലിക്കെത്തിയില്ല. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കുക, കുടിശ്ശികയുള്ള DA അനുവദിക്കുക, മെഡിസെപ്പ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് CPI തൊഴിലാളി സംഘടന ജോയിന്റ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സെക്ടോയും സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലും ചേർന്നുകൊണ്ട് സംസ്ഥാന വ്യാപകമായി ഇന്ന് സമരം നടത്തിയത്. പത്തനംതിട്ടയിൽ ജോയിന്റ് കൗൺസിൽ നേതാക്കളും NGO യൂണിയൻ നേതാക്കളും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ സൗത്ത് ഗേറ്റിലും അനക്സ് ഗേറ്റിലും ജില്ലാ ട്രഷറിയുടെ വാതിക്കലുമാണ് സമരം നടന്നത്. ജീവനക്കാർക്ക് ശമ്പളം നൽകണ്ട, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് അധികമാണ് എന്ന് പ്രചരിപ്പിച്ച് സാധാരണക്കാരനെ ജീവനക്കാരനെ പട്ടിണിക്കിടുന്ന ഒരു സമീപനം ഈ ഗവൺമെന്റ് സ്വീകരിക്കരുത്. ലാസ്റ്റ് ഇയർ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് കിട്ടുന്ന ശമ്പളം, അവസാനം കിട്ടുന്ന ശമ്പളം 10,000 രൂപയ്ക്ക് താഴെയാണ്. അവരുടെ NPS-ന്റെ 10% കഴിഞ്ഞ് മറ്റ് പിടുത്തങ്ങളെല്ലാം കഴിയുമ്പോൾ ജീവിക്കാൻ നിർവാഹമില്ലാതെ ജീവനക്കാർക്ക് അലയുകയാണ്. ധനവകുപ്പിന്റെ പിടിപ്പുകേടാണ് ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതും ജീവനക്കാരെ പണിമുടക്കിലേക്ക് എത്തിച്ചതുമെന്ന് ജോയിന്റ് കൗൺസിലിന്റെ ആരോപണം. അധ്യാപക സംഘടനകളുടെയും CPI അനുകൂല തൊഴിലാളി സംഘടനകളുടെയും പണിമുടക്ക് പൂർണ്ണമായും വിജയിച്ചില്ല. ഇന്ന് ജോലിക്കെത്താത്ത ജീവനക്കാരുടെ ശമ്പളം ഫെബ്രുവരി മാസത്തിൽ നിന്നും വെട്ടിക്കുറയ്ക്കാനും സംഘർഷങ്ങളിലേക്ക് പോകുന്ന പ്രതിഷേധക്കാരായ ജീവനക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.